ഞാൻ ശ്രീ അനിൽകുമാറിലേക്ക്. ശ്രീ അനിൽകുമാർ, താങ്കൾ ഈ ചർച്ചയിൽ എത്തിയ ശേഷം ഇപ്പോൾ ശ്രീ എൻ ശ്രീകുമാർ പറഞ്ഞ ചില നിരീക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട് കാണും. അതായത് ബി.ജെ.പിയോട് മൃദു സമീപനം, കോൺഗ്രസിനോട് തീവ്ര വിരുദ്ധ നിലപാട് സ്വീകരിക്കുക, വീണ്ടും ഞങ്ങൾ കേരളത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്നു എന്ന് കേരളത്തിൽ മാത്രമുള്ള ആഴത്തിൽ വേരുകളുള്ള ഒരു പാർട്ടി എന്ന നിലയിൽ CPM പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും പുതുമകൾ അദ്ദേഹത്തെ പോലെ ഒരാൾ പ്രതീക്ഷിക്കുന്നതേ ഇല്ല എന്ന് പറയും. കേരളത്തിലെ മാധ്യമങ്ങളടക്കം ഈ മധുര പാർട്ടി കോൺഗ്രസിനെ സമീപിക്കുന്ന വാർത്തകളുടെ ഒരു സ്വഭാവവും താങ്കൾ പല മാധ്യമങ്ങളും നൽകുന്നതും കണ്ടിട്ടുണ്ടാകാം. അതായത് കേരളത്തിലെ പാർട്ടിയുടെ പൊതു താല്പര്യമായിരിക്കും ഇതിനെ ആകെ പ്രതിഫലിപ്പിക്കുക, അതിനപ്പുറത്തേക്കും അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കും ഒരു വിശാലമായ തലത്തിൽ ഈ രാഷ്ട്രീയത്തെ ആകെ നിരീക്ഷിക്കുന്നതിൽ നിന്നൊക്കെ CPM-നെ പിന്നോട്ട് വലിപ്പിക്കുന്ന വിധം കേരള ഘടകത്തിൻ്റെ പൊതു താല്പര്യാർത്ഥം നിൽക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിലേക്ക്, ആ നിലയിലേക്കുള്ള ഒരു വലതുപക്ഷ നിരീക്ഷണം, അതിൻ്റെ ഒരു പ്രതിഫലനം ഇപ്പോൾ ശ്രീ എൻ ശ്രീകുമാറിന് താങ്കൾ കേട്ടുകാണെന്ന് വിചാരിക്കുന്നു. എന്തു പറയുന്നു? മധുരയിൽ നിന്നാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. പാർട്ടി കോൺഗ്രസിലേക്ക് പങ്കെടുക്കാൻ അതിൻ്റെ പ്രതിനിധിയായി എത്തുമ്പോഴാണ് താങ്കൾ ന്യൂസ് ആൻഡ് വ്യൂസിൽ എത്തിയിട്ടുമുള്ളത്. എന്താണ് അദ്ദേഹം പറഞ്ഞത് കൂടി വെച്ചുകൊണ്ട് താങ്കളുടെ ഒരു ആദ്യ നിരീക്ഷണം പറയാനുള്ളത്? എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നതിനെക്കുറിച്ചുള്ള ധാരണയില്ലായ്മയാണ് യഥാർത്ഥത്തിൽ പാർട്ടി കോൺഗ്രസിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിൽ, അതിൻ്റെ ഫലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിൽ ഇത്തരം ആളുകൾക്ക് പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പിശക്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചരിത്രത്തെ, സമൂഹത്തെ, രാഷ്ട്രീയത്തെ വർഗപരമായി കാണുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. നമ്മുടെ സമൂഹത്തിൻ്റെ സാമ്പത്തിക അടിത്തറയിൽ നടക്കുന്ന എന്തെല്ലാം ചലനങ്ങളാണ്, ലോകത്തെ ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന എന്തെല്ലാം മാറ്റങ്ങളാണ് നമ്മുടെ സമൂഹത്തിനകത്ത് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്, ആ മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയത്തെ കാണുകയും നാളെയുള്ള ലോക രാഷ്ട്രീയം എന്ത് എന്ന് തിരിച്ചറിയുകയും ചെയ്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നതെന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തലം. അങ്ങനെ ചിന്തിക്കുമ്പോൾ ലോക രാഷ്ട്രീയത്തിലെ ഇന്നത്തെ സാഹചര്യം മനസ്സിലാക്കാതെ ദേശീയ രാഷ്ട്രീയമുണ്ടോ? ബഹുമാനപ്പെട്ട ശ്രീകുമാർ സാറ് കേരളത്തിൽ നിന്നാണ് തുടങ്ങിയത്. കേരളം ഇന്ത്യയുടെ ഭാഗമാണ്, ഇന്ത്യ ലോകത്തിൻ്റെ ഭാഗമാണ്. ആ ലോകത്ത് ഇവരെല്ലാം പ്രതീക്ഷയോടെ കണ്ടുകൊണ്ടിരുന്ന അമേരിക്കയെക്കുറിച്ച് ഇന്ന് എത്ര പേർ ഊറ്റം കൊള്ളുന്നുണ്ട്? അമേരിക്കയെക്കുറിച്ച് എത്ര പേർ അഭിമാനിക്കുന്നുണ്ട്? നാളെ ലോകത്തെ എല്ലാ രാജ്യങ്ങളുടെ മേലെയും വലിയ ഒരു നികുതി കൊള്ള അല്ലെങ്കിൽ നികുതി ഭീകരത ഏർപ്പെടുത്താനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. അപ്പോൾ ലോകത്തെ ഒരു പുതിയ നികുതി വ്യവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന അമേരിക്കയുടെ സാമ്പത്തിക താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ട് ലോകത്തുണ്ടാകാൻ പോകുന്ന കുഴപ്പങ്ങൾ എന്താണ്? ഓരോ രാജ്യത്തുണ്ടാകുന്ന കുഴപ്പം എന്താണ്? ആ പോരാട്ടത്തെ നേർക്കുനേർ നയിക്കുന്ന ഒരു ഇടതുപക്ഷ രാഷ്ട്രീയം അല്ലെങ്കിൽ തൊഴിലാളി വർഗ രാഷ്ട്രീയം, കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം, ചൈന അടക്കമുള്ള സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ അതിൻ്റെ പരിണിതി എന്താണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അവിടെയാണ് മോദിയുടെ ഭാവി തീരുമാനിക്കുന്നത്. മോദി എന്ന വ്യക്തിയുടെ ഭാവിയല്ല, ആ രാഷ്ട്രീയത്തിൻ്റെ ഭാവിയാണ്. ലോകത്തെ എല്ലാ വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെയും ഭാവിയാണ്. നരേന്ദ്രമോദിയും ജോർജിയ മെലോഡിയും അടക്കമുള്ള വലതുപക്ഷ നേതാക്കന്മാരൊക്കെ ലോകത്തുയർന്നു വന്നതിന് പിന്നിൽ ഈ സാമ്പത്തികമായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അതിൻ്റെ ഭാഗമായ വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും നിർമ്മിതിയാണ്, അതിൻ്റെ സൃഷ്ടിയാണ്. അതിനെതിരായ പ്രതിരോധത്തിൽ മനുഷ്യനെ ഒരുമിപ്പിക്കാൻ സമരങ്ങളേ ഉള്ളൂ. ഏത് വർഗീയ കലാപത്തിനും മറുപടി സമരങ്ങളാണ്, മനുഷ്യൻ്റെ ജീവിത സമരമാണ്. ഇതാണ് കമ്മ്യൂണിസം എന്ന് പറയുന്ന തത്വശാസ്ത്രത്തിൻ്റെ ആദ്യത്തെ പാഠം. അതുകൊണ്ട് ഇന്നത്തെ പ്രധാനപ്പെട്ട ചോദ്യം, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സമരങ്ങളെ മുന്നോട്ട് വെക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി ഏത്? തൊഴിലാളി വർഗത്തിൻ്റെ പാർട്ടിയാണോ, കർഷക വർഗത്തിൻ്റെ പാർട്ടിയാണോ, അതോ ഇവിടുത്തെ മുതലാളി വർഗത്തിൻ്റെ പാർട്ടിയാണോ? അവിടെയാണ് കോൺഗ്രസ്സിന് പാർലമെൻറ്റിൽ 100 അംഗങ്ങളുണ്ടെങ്കിലും കോൺഗ്രസ്സിന് പാർലമെൻറ്റിൽ ശോഭിക്കാനാവുന്നില്ല, നരേന്ദ്രമോദിക്ക് മുന്നിൽ ബദൽ ഉയർത്താനാവുന്നില്ല. പക്ഷേ ഇടതുപക്ഷത്തിന് അതിൻ്റെ പ്രത്യയശാസ്ത്രപരത കൊണ്ട്, സമരശേഷി കൊണ്ട്, സമരസന്നദ്ധത കൊണ്ട്, അത് ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെയും മതനിരപേക്ഷത്തിൻ്റെയും കരുത്തുകൊണ്ട് ഒരു ബദലാകാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് പാർലമെൻറ്റിലെ ഞങ്ങളുടെ എണ്ണമല്ല ഞങ്ങളുടെ പൊക്കം. പാർലമെൻറ്റിലെ ഞങ്ങളുടെ എണ്ണത്തിൻ്റെ പൊക്കത്തിനപ്പുറത്ത് ഒരു പൊക്കം ഇടതുപക്ഷ രാഷ്ട്രീയത്തിനുള്ളത് അതിൻ്റെ സമരഭരിതമായ ഭൂതകാലം കൊണ്ടാണ്, സമരഭരിതമായതിൻ്റെ വർത്തമാനം കൊണ്ടാണ്. മെയ് 20-ന് ദേശീയ പണിമുടക്കാണ്. ഇന്ത്യയിൽ ദേശീയ പണിമുടക്ക് നടന്നാൽ പ്രസക്തി ഇടതുപക്ഷത്തിനാണോ കോൺഗ്രസിനായിരിക്കുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. കേരളത്തിൽ നിന്നുകൊണ്ട് മാത്രമാണ് ആലോചിക്കുന്നത്. ദേശീയ പണിമുടക്കാണ് നടക്കുന്നത്. അവിടെ കമ്മ്യൂണിസ്റ്റുകാരെപ്പോഴും ശാസ്ത്രത്തെ മുൻനിർത്തുന്നവരാണ്. ഇപ്പോൾ എന്തുകൊണ്ടാണ് സുനിത വില്യംസ് അവർ ബഹിരാകാശത്ത് 256 ദിവസം യാത്ര ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ അവരുടെ മടക്കത്തിലുണ്ടായ അനിശ്ചിതത്വത്തിന് കാരണമെന്ത്? അതിൽ രാഷ്ട്രീയമുണ്ടോ? അവർ നാസയിലൊരു തൊഴിലാളിയല്ലേ? അവരെ അങ്ങനെ കാണാൻ കഴിയുന്നൊരു രാഷ്ട്രീയം ഇടതുപക്ഷത്തിനേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷം പറയുന്നത് ഇത്തിരി വട്ടത്തിലല്ല കാണേണ്ടത്,
CPM-നെ സംബന്ധിച്ച് അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ്സാണ് മധുര കോൺഗ്രസ്. 3-ാം തവണയാണ് മധുരയിൽ പാർട്ടി കോൺഗ്രസ് വരുന്നത്. ഒരു തവണ 1953-ലെ 3-ാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ് ഇവിടെയായിരുന്നു. പിന്നീട് 1972-ൽ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥയിലേക്ക് പോകുന്നുവെന്ന് CPM ചൂണ്ടിക്കാട്ടിയത് മധുരയിൽ വെച്ചാണ്. അത് 1975-ൽ അടിയന്തരാവസ്ഥയിലെത്തി. ഇപ്പോൾ ഇന്ത്യ രാജ്യത്ത് നരേന്ദ്രമോദിയുടെയും BJP-യുടെയും രാഷ്ട്രീയത്തിൻ്റെ കൊടിയിറക്കം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങൾ ഉറച്ചു പറയുകയാണ്, കൊടിയിറങ്ങുകയാണ്. ഇനി ഇവരെക്കുറിച്ച് പ്രതീക്ഷയുണ്ടോ? മോദിയെക്കുറിച്ച് രാജ്യത്ത് പ്രതീക്ഷയുണ്ടോ? അങ്ങനെ കൊടിയിറങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ ബദൽ ആരാണ്? ബദൽ പാർലമെന്റിൽ മാത്രം രൂപപ്പെടേണ്ടതല്ല. സമരഭരിതമായ ഒരു ഇന്ത്യ രാജ്യത്ത് സമരങ്ങളെ കെട്ടഴിച്ചു വിടാനും പ്രത്യയശാസ്ത്രപരമായ ബദൽ ഉയർത്താനും ശേഷിയുണ്ടോ? ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലാണ് മധുര പാർട്ടി കോൺഗ്രസ് ലോകത്തോട് സംസാരിക്കാൻ പോകുന്നത്, ഇന്ത്യയോട് സംസാരിക്കാൻ പോകുന്നത്. ഭാവിയുടെ വാഗ്ദാനമായി കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ തീരുമാനം വരാൻ പോകുന്നത്. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം.